പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 29 ആമേൻ, ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. എന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്. അതിനായിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പോയ രാത്രികാലം നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചില്ലേ. കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതയാമത്തിൽ കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിച്ചു. കർത്താവിന് സ്തോത്രം പറയുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. യഹോവ നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. അപ്പോൾ അങ്ങ് ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. 3-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നത്, അങ്ങോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഹല്ലേലൂയ. അങ്ങ് എനിക്ക് ചുറ്റും പരിചയമാകിയാൽ സ്തോത്രം, അങ്ങൻ്റെ മഹത്വമാകിയാൽ സ്തോത്രം, അങ്ങനെ തല ഉയർത്തിപ്പിടിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ആമേൻ. അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നത്, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ ജനത്തിൻ്റെ മേൽ വരുമാറാകട്ടെ. അതെ കർത്താവെ, അങ്ങയുടെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിൻ്റെ മേൽ വരുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഏകാഗ്രപ്പെട്ടാട്ട്. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യമാണല്ലോ ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ സാന്നിധ്യമാണല്ലോ ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയട്ടെ, അങ്ങയുടെ മഹത്വത്താൽ നിറയട്ടെ, അങ്ങയുടെ ശക്തി അവർ അനുഭവിക്കട്ടെ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ശക്തിക്കായിട്ട് സ്തോത്രം. അവരെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് കർത്താവെ, മാനസികമായി തകർന്നിരിക്കുന്നവർ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അമേൻ 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 അമേൻ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ. മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി മാറി അമേൻ മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാകട്ടെ. മാനസികമായി സന്തുലിതത ഉണ്ടാകട്ടെ. അമേൻ. ഹല്ലേലൂയ. അങ്ങയുടെ കൃപ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. കർത്താവിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇപ്പോൾ ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രോഗികളായിരിക്കുന്നവർക്കൊക്കെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു, യഹോവയാകുന്നു എന്ന തിരുവെഴുത്ത് പ്രകാരം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അമേൻ അമേൻ. അങ്ങനെ വചനവായിച്ച് സൗഖ്യമാക്കുമെന്നല്ലേ പറഞ്ഞ്. അമേൻ. തിരുവഴുത്തി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആ തിരുവഴുത്ത് പ്രകാരം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. എല്ലാ രോഗങ്ങളും അവരെ വിട്ടുപോകട്ടെ. ആമേൻ ആമേൻ ആമേൻ. അതുപോലെ കർത്താവെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും കൊടുക്കണം. ജോലി ചെയ്യുന്നവരെ അവിടെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണം കർത്താവെ. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് കർത്താവെ ആവശ്യമായ ആമേൻ വളർച്ചകളെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ കർത്താവ് ആദരിക്കണം. ഈ ദിവസങ്ങളിൽ അവരെ മാനിക്കണം. കർത്താവെ, അങ്ങ് അവർ ചെയ്യുന്നതിന് പ്രതിഫലം കൊടുക്കണം. അതുമാത്രം പോലെ കർത്താവെ, ലോകവ്യാപകമായ ഒരു റിവൈവലിന് കാരണമാണ്. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തിലും അനേക ആയിരങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ കോടിക്കണക്കിന് ആളുകൾ രക്ഷയിലേക്ക് വരുവാൻ ഈ മീറ്റിംഗ് മുഖാന്തരമായി തീരട്ടെ. അങ്ങയുടെ മഹത്വം വ്യാപരിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ.
നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കുക. ഇന്ത്യൻ സമയം 9:30 മീറ്റിംഗ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമാണല്ലോ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന വചനം യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. കർത്താവ് യെശയ്യാവുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മുടെ കഴിവ് കണ്ടല്ല കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ആരെയും കഴിവ് കണ്ട് കർത്താവ് വിളിക്കാറില്ല. മറിച്ച് കർത്താവ് വിളിക്കുന്നത് നമ്മുടെ അവൈലബിലിറ്റിയാണ്. ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് അവൈലബിലിറ്റിയാണ്. നമ്മൾ അവൈലബിൾ ആണെങ്കിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കും. നമ്മൾ അവൈലബിൾ ആണെങ്കിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കും. നമ്മുടെ ബലഹീനതയോ നമ്മുടെ ഹിസ്റ്ററിയോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും കർത്താവിനൊരു വിഷയമല്ല. മറിച്ച് നമ്മൾ അവൈലബിൾ ആയിരിക്കണം. കർത്താവെ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ റെഡിയാണെങ്കിൽ ഇതാ നമ്മളെ ഉപയോഗിക്കുവാൻ കർത്താവും തയ്യാറാണ്. ആമേൻ. അതുകൊണ്ടാണല്ലോ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് തിരഞ്ഞെടുത്തവരാരും ക്വാളിഫൈഡ് അല്ല, അല്ലെങ്കിൽ കഴിവുള്ളവരെ അല്ല കർത്താവ് തിരഞ്ഞെടുത്ത്. ലോകപ്രകാരം ബലഹീനരായവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്ത്. അതുകൊണ്ടാണ് അതെന്തിനാ ലോകത്തിൽ ബുദ്ധിയുള്ളവരെ ലജ്ജിപ്പിക്കാൻ ബുദ്ധിഹീനമായതിനെ തിരഞ്ഞെടുത്തു. ആമേൻ. കർത്താവ് പൗലോസിനോട് പറയുന്നതിനേക്കാൻ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി, അത് നിൻ്റെ ബലഹീനതയിൽ ശക്തിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. സ്തോത്രം. ആമേൻ. കർത്താവ് എന്ത് ചെയ്തു? ബലഹീനമായതിനെ ഭൂമിയിൽ തിരഞ്ഞെടുത്തു. മോശ പറഞ്ഞ കർത്താവെ എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, എനിക്ക് അതിനുള്ള ബുദ്ധിയില്ല, കഴിവില്ല, അല്ലെങ്കിൽ ഞാൻ വിക്കനാണെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു അതിനൊന്നും ഒരു വിഷയമല്ല, നീ എൻ്റെ കൂടെ എനിക്ക് വേണ്ടി വാ തുറക്കാമെങ്കിൽ ഞാൻ നിന്നെ ഉപയോഗിക്കുവാൻ തയ്യാറാണ്. സോ നമ്മുടെ ബലഹീനത നമ്മുടെ ഒരു ഡിസ്ക്വാളിഫൈ ചെയ്യുന്നില്ല. നമ്മുടെ ബലഹീനതകൾ നമ്മളെ ദൈവവേലയിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നില്ല. പക്ഷേ അൺഅവൈലബിലിറ്റി, നമ്മൾ അവൈലബിൾ അല്ലാതിരുന്നാൽ, കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അൺഅവൈലബിൾ ആണ്. നമ്മൾ അവൈലബിൾ അല്ലെങ്കിൽ എന്തുപറ്റി? നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയി പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ആരോട് നീ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടില്ല. കർത്താവ് ചോദിച്ചത് ആർ യു വില്ലിങ് എന്നാണ് ചോദിച്ചത്. ആർ യു പെർഫെക്റ്റ് എന്നല്ല ചോദിച്ചത്, ആർ യു വില്ലിങ് എന്നാണ് ചോദിച്ചത്. ഹല്ലേലൂയ, ആമേൻ. നമുക്കറിയാം വേദപുസ്തകം പഠിക്കുമ്പോൾ മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ മോശ ആരായിരുന്നു? മോശ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ മോശ ദൈവവിളി അനുസരിക്കാൻ തയ്യാറായി. അതുകൊണ്ട് മോശ എന്ത് ചെയ്തു? ദൈവം ഒരു വലിയ വിടുതലുകാരനായി, രാജ്യത്തിൻ്റെ വിടുതലുകാരനായി തീർക്കുവാൻ കർത്താവ് ഉപയോഗിച്ചു. ഗിദെയോനെ വിളിക്കുമ്പോൾ ഗിദെയോൻ ഭയപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ, ആമേൻ. ഗിദെയോൻ തന്നെ പറഞ്ഞു, അയ്യോ ഞാൻ എൻ്റെ കുടുംബം ഒന്നുമല്ല, ഞാൻ ആ കുടുംബത്തിൽ ഒന്നുമല്ലാത്തവനാണ്. പക്ഷേ ഗിദെയോൻ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വിളിക്ക് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അനേക ശത്രു സൈന്യങ്ങളെ തോൽപ്പിക്കുവാൻ ഗിദെയോനെ ഉപയോഗിച്ചു. ദാവീദും ഈ പറഞ്ഞതുപോലെ അവൻ ഇടയർ ചെറുക്കനായി കാട്ടിലിരിക്കുക. വീട്ടിലെ ഫംഗ്ഷൻ നടന്നിട്ട് ദാവീദിനെ അറിയിച്ചിട്ട് പോലുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ വിളിയുടെ മുമ്പിൽ ഹല്ലേലൂയ, സ്തോത്രം, ദാവീദും ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദാവീദിനെ ഒരു രാജാവാക്കാൻ സ്വർഗം തീരുമാനിച്ചു. നമുക്ക് പത്രോസിനെ കുറിച്ച് നോക്കിയാലോ? പത്രോസ് പെർഫെക്റ്റ് ആയിട്ടാണോ ദൈവം വിളിച്ചത്? അല്ല. പത്രോസ് കഴിവുള്ളവനായിട്ടാണോ വിളിച്ചത്? അല്ല. പക്ഷേ പല പ്രാവശ്യം അവസാനം നമ്മൾ നോക്കുമ്പോൾ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞില്ലേ? എന്നിട്ടും പത്രോസിനെയും കർത്താവ് എന്ത് ചെയ്തു? പത്രോസ് അവൈലബിൾ ആണെന്ന് കണ്ടപ്പോൾ പത്രോസിനെയും ദൈവസഭയുടെ തൂണാക്കി മാറ്റി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അവൈലബിൾ ആണെങ്കിൽ ഈ അന്ത്യകാലത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മളെല്ലാം നിറഞ്ഞവരായി നിൽക്കുക. എനിക്കിനി ഒന്നും ചെയ്യാനില്ല, എനിക്കൊന്നും വേണ്ട, അങ്ങനെ വന്നാൽ നമ്മളെ നിറയ്ക്കാൻ കഴിയത്തില്ല. പാത്രങ്ങളെ എംറ്റി ആക്കി കൊടുക്കാൻ തയ്യാറായാൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ തയ്യാറാണ്. ദിവസവും കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഞാൻ കഴിവുള്ളവനല്ല, എനിക്ക് യോഗ്യത പറയാനില്ല, പക്ഷെ ഞാൻ തയ്യാറാണ്. അങ്ങ് എന്ത് ഏൽപ്പിച്ചാലും ചെയ്യുവാൻ. ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ തയ്യാറാണ്. നമ്മുടെ ബലഹീനതയിലേക്ക് നോക്കുന്നത് നിർത്തിയിട്ട് ദൈവത്തിൻ്റെ ബലത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, യെസ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്.
ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥനയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ ഏൽപ്പിക്കുന്ന ചെറിയ വേലയാണെങ്കിൽ അത് സന്തോഷത്തോടെ ചെയ്യുക. അപ്പോൾ ദൈവം നമ്മളെ അധികമായ കാര്യങ്ങളിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ഏൽപ്പിക്കും. കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്നു എന്ന് തോന്നുമ്പോൾ അത് വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ അതിൽ ദൈവം നമ്മളെ അധികമായി ഉപയോഗിക്കാൻ തയ്യാറാണ്. ആമേൻ. കർത്താവ് നമ്മുടെ ബലഹീനത കൊണ്ട് കർത്താവ് പരിമിതപ്പെടുന്നില്ല. ആമേൻ. നമ്മുടെ അവൈലബിലിറ്റി പക്ഷേ കർത്താവിനെ ലിമിറ്റ് ചെയ്യും. നമ്മുടെ ബലഹീനത കർത്താവിനെ ലിമിറ്റ് ചെയ്യത്തില്ല. പക്ഷേ നമ്മുടെ അവൈലബിലിറ്റി നമ്മളെ കർത്താവിനെ ലിമിറ്റ് ചെയ്യും. നമ്മൾ അവൈലബിൾ ആണോ, കർത്താവ് നമ്മളെ എങ്ങനെയും ഉപയോഗിക്കുവാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കരങ്ങളെ ഉയർത്തിയിട്ട് പറ, പിതാവേ, ഐ ആം ഹിയർ, ഞാൻ തയ്യാറാണ്, എന്നെ ഉപയോഗിച്ചാട്ടെ. എൻ്റെ വീക്ക്നെസ് എന്നെ ഇന്ന് പിടിച്ചു നിർത്തത്തില്ല. ആമേൻ. ദൈവത്തിൻ്റെ പ്ലാനിൽ നിന്നും എൻ്റെ ബലഹീനതകൾ എന്നെ അകറ്റത്തില്ലെന്നും ഡിക്ലെയർ ചെയ്യുക. ഞാൻ ഇന്നു മുതൽ എന്നെ തന്നെ കർത്താവിനായി അവൈലബിൾ ആക്കുന്നു എന്ന് ഡിക്ലെയർ ചെയ്യുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ബലം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ എന്നിലൂടെ വെളിപ്പെടുന്ന സീസണാണെന്ന് ഡിക്ലെയർ ചെയ്തത്. എല്ലാവരും കൈകൾ ഉയർത്തി പറയും, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ബലം, ദൈവത്തിൻ്റെ ജ്ഞാനം എന്നിലൂടെ ആമേൻ 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 വെളിപ്പെടുന്ന ദിവസങ്ങളാണ് എന്ന് ഉറക്കെ ഡിക്ലെയർ ചെയ്താണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യെസ്, ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞങ്ങൾ പറയുക, അപ്പാ, ഈ അന്ത്യകാല ഉണർവിന് വേണ്ടി ഞങ്ങൾ അവൈലബിളാണ്. ഞങ്ങൾ ബലഹീനരാ, കഴിവുള്ളവരല്ല. പക്ഷേ ഞങ്ങളുടെ ബലഹീനതയോ കഴിവുകളോ അങ്ങേക്കൊരു വിഷയമല്ല. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഉപയോഗിച്ചാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഈ അന്ത്യകാലത്ത് അസാധാരണമായിട്ട് ഉപയോഗിക്കട്ടെ. ആമേൻ. മൈറ്റി അപ്പോസ്തലന്മാരായി, മൈറ്റി പ്രോഫറ്റായി, മൈറ്റി പാസ്റ്റേഴ്സായി, മൈറ്റി ഇവാഞ്ചലിസ്റ്റുമാരായി, സുവിശേഷകന്മാരായി ഒക്കെ കർത്താവ് ഈ അന്ത്യകാലത്ത് ഉപയോഗിക്കട്ടെ. ആമേൻ. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ. ആമേൻ. കർത്താവിൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.